ഇന്ത്യയിൽ എത്തനോൾ ബ്ലെൻഡിംഗ് നയം ആരംഭിക്കുന്നത് 2003 ആദ്യഘട്ടത്തിൽ അത് 1 ലിറ്റർ പെട്രോളിൽ 5% എത്തനോൾ E5 എന്ന നിലയിലായിരുന്നു ബ്ലെൻഡിംഗ്. തുടർന്ന് 2022 10% ബ്ലെൻഡിംഗ് E10 എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചു. സമീപകാലത്തായി നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന വാർത്തകൾ കൂടുതലായും E20 പെട്രോളിനെ ചൊല്ലിയുള്ളതാകും. ഈ ഒരു E20 പെട്രോളിനെ സംബന്ധിച്ച ചർച്ചകളും തർക്കങ്ങളും നിലനിൽക്കുകയാണ് ഇന്നലെ, അതായത് സെപ്റ്റംബർ 1 20% എത്തനോൾ കലർത്തിയ പെട്രോൾ E20 വിൽപ്പന നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അഡ്വക്കേറ്റ് അക്ഷയ് മൽഹോത്ര എന്നയാൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പൊതുതാൽപര്യ ഹർജി കോടതി തള്ളിക്കളഞ്ഞത്. E20ക്ക് അനുയോജ്യമല്ലാത്ത വാഹന ഉടമകൾക്ക് എത്തനോൾ കലരാത്ത പെട്രോൾ വാങ്ങാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഈ പദ്ധതി അവരുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നു എന്നായിരുന്നു ഹർജിയിലെ വാദം. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ പറയുന്ന E20 പെട്രോൾ എന്നും എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നതെന്നും ഈ നയത്തിലൂടെ ആർക്കാണ് ലാഭമുണ്ടാകുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്നും എന്താണ് ഇതിന് പ്രതിവിധികളെന്നും നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് എന്താണ് E20 പെട്രോൾ എന്നും എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നതെന്നും നോക്കാം. E20 പെട്രോൾ അല്ലെങ്കിൽ എത്തനോൾ 20 പെട്രോൾ എന്ന് പറയുന്നത് പെട്രോളിൽ 20% എത്തനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ കലർത്തി ലഭ്യമാക്കുന്ന പെട്രോളുകളെയാണ്. അതായത് നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു പെട്രോൾ ബങ്കിൽ പോയി 1 ലിറ്റർ E20 പെട്രോൾ വാങ്ങുകയാണെങ്കിൽ അതിൽ 800 മില്ലി പെട്രോളും 200 മില്ലി എത്തനോളുമാണ് ഉണ്ടാവുക. സാധാരണയായി ചോളം, കരിമ്പ് അല്ലെങ്കിൽ മറ്റ് ബയോമാസ് പോലുള്ള സസ്യവിഭവങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന എത്തനോൾ നിർമ്മിക്കുന്നത്. ഒരുതരം ദുർഗന്ധവും രുചിയുമുള്ള വ്യക്തവും നിറമില്ലാത്തതുമായ ഒരുതരം ദ്രാവകമാണ് ഈ പറയുന്ന എത്തനോൾ. എന്നാൽ ഇത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് സുസ്ഥിരവും ജൈവാധിഷ്ഠിതവും ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നതും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു തരം ജൈവ ഇന്ധനമാണ് ഈ പറയുന്ന എത്തനോൾ. അതുകൊണ്ട് തന്നെ പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. ഒരു പരിധിവരെ അത് ശരിയുമാണ്. ഏകദേശം 160 ദശലക്ഷം മെട്രിക് ടൺ മിച്ച കാർഷിക അവശിഷ്ടങ്ങളുള്ള ഇന്ത്യ ആഗോളതലത്തിൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന 4ാമത്തെ വലിയ രാജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് യഥാക്രമം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. പെട്രോളിൽ 20% എത്തനോൾ കലർത്തുന്നതിലൂടെ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി ചെയ്യുന്ന അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കും. 2014-15 മുതൽ ഇന്ത്യയുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിലൂടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറച്ചുകൊണ്ട് 1.40 ലക്ഷം കോടി രൂപയുടെ ലാഭം സർക്കാർ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോളർ കൊടുത്താണ് സാധാരണ ഇന്ത്യ ഇങ്ങനെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന് ഡോളർ ചിലവഴിക്കുന്നത് കുറയ്ക്കാനും അതുവഴി വിദേശ നാണ്യശേഖരം കൂട്ടി ഒരു സാമ്പത്തിക ശക്തിയായി മാറാനും സഹായിക്കും. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എത്തനോൾ ഒരു ജൈവ ഇന്ധനമായതിനാൽ ഇത് പരിസ്ഥിതിയുമായി ഇണങ്ങുന്നതാണ് എന്നതാണ്. പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്തനോളിന് കാർബൺ എമിഷൻ കുറവാണെന്ന് കാണാം. അതായത് എത്തനോൾ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ വളരെ കുറഞ്ഞ അളവിലാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളുമായി 20% എത്തനോൾ മിക്സ് ചെയ്യുന്നതിലൂടെ നിലവിലെ അപേക്ഷിച്ച് മലിനീകരണം നല്ല രീതിയിൽ കുറയ്ക്കാനാകും. പ്രധാനമായും കരിമ്പ്, ചോളം, ഗോതമ്പ് തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്നാണ് എത്തനോൾ ഉണ്ടാകുന്നത്. ഇവ വീണ്ടും നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നതിനാൽ എത്തനോൾ ഒരു പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സും കൂടെയാണ്. E20 പെട്രോളിൻ്റെ മറ്റൊരു ഗുണഭോക്താവ് എന്ന് പറയുന്നത് കർഷകരാണ്. എത്തനോൾ നിർമ്മിക്കാൻ ആവശ്യമായ കരിമ്പ്, ചോളം തുടങ്ങിയ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഇതൊരു പുതിയ വരുമാന മാർഗം തുറന്നു നൽകും. 2014-15 മുതൽ എത്തനോൾ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ നൽകിയതിന് കർഷകർക്ക് 1.2 ലക്ഷം കോടി രൂപയിലധികം ലഭിച്ചു എന്നാണ് കണക്കുകൾ. ഇത് ഗ്രാമീണ മേഖലയിലെ തൊഴിലും ആവശ്യകതയും കൂടിയതിൻ്റെ സൂചനയായി കാണണം. 20% എത്തനോൾ മിക്സിംഗുമായി ബന്ധപ്പെട്ട് കാണേണ്ട മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഊർജ്ജ സുരക്ഷയാണ്. കരിമ്പ്, ചോളം തുടങ്ങിയ കാർഷിക വിളകളിൽ നിന്നാണ് ഇന്ത്യയിൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. ആഭ്യന്തരമായി തന്നെ ഇങ്ങനെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് വിദേശ വിപണികളെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ നമ്മുടെ രാജ്യത്തെ സഹായിക്കും. കൂടാതെ ആഭ്യന്തരമായി ഇങ്ങനെ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ രാഷ്ട്രീയപരമായ അസ്ഥിരതകളെ ചെറുത്തു നിൽക്കാനും നമ്മുടെ രാജ്യത്തെ സഹായിക്കും. അതായത് ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധങ്ങളും തർക്കങ്ങളുമൊന്നും നമ്മുടെ രാജ്യത്തെ ഇന്ധന വിപണിയെ കാര്യമായി ബാധിക്കുകയുമില്ല. അതിൻ്റെ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള പൊടുന്നനെയുള്ള വിലക്കയറ്റവും തടയാൻ സാധിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഇത്രയും ഗുണങ്ങളുണ്ടായിട്ടും എന്താണ് E20 പെട്രോളിനെതിരെ ഇത്രയധികം പ്രതിഷേധം ഉയരാൻ കാരണമെന്ന് പരിശോധിക്കാം. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ പൊടുന്നനെയുള്ള തീരുമാനം തന്നെയാണ്.
എത്തനോൾ ബ്ലെൻഡിംഗ് നയത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് 2030 20% ബ്ലെൻഡിംഗ് എന്നതായിരുന്നു. എന്നാൽ ഈ ലക്ഷ്യം 2025-26 മാറ്റി 2030 ലക്ഷ്യം E30 അഥവാ എത്തനോൾ മിക്സിംഗ് 30% മാറ്റിയതാണ് ഇത്തരത്തിൽ പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്യുന്നതിന് എതിരെയുള്ള പ്രതിഷേധം വരാനുള്ള പ്രധാന കാരണം. അടുത്തതായി നോക്കുകയാണെങ്കിൽ ഈ എത്തനോൾ മിക്സിംഗ് കർഷകർക്കും ഗവൺമെന്റിനും ഇന്ധന വിപണിയിലെ കോർപ്പറേറ്റുകൾക്കും ലാഭം ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും സാധാരണക്കാരായ വാഹന ഉടമകൾക്ക് ഇതൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്ന നയമാണ്. അതെന്താണെന്ന് നോക്കാം. നിലവിൽ 2023 ഏപ്രിലിന് ശേഷം നിർമ്മിച്ച വാഹനങ്ങൾ മാത്രമാണ് E20 പെട്രോളുമായി ചേർന്നു പോകുന്നത്. 2023 മുമ്പ് നിർമ്മിച്ചിട്ടുള്ള വാഹനങ്ങൾ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ എഞ്ചിൻ്റെ ചില ഭാഗങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ വരുത്താൻ സാധ്യത കൂടുതലുള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2023 മുമ്പ് നിർമ്മിച്ച പല വാഹനങ്ങളുടെയും ഫ്യൂവൽ ലൈനുകൾ, സീലുകൾ, റബ്ബർ ഗാസ്കറ്റുകൾ, പമ്പുകൾ എന്നിവ ഉയർന്ന എത്തനോൾ അളവിനെ താങ്ങാൻ രൂപകൽപ്പന ചെയ്തവയല്ല. അതുപോലെ തന്നെ പഴയ എഞ്ചിനുകളിലെ ഇന്ധന ടാങ്ക്, ഇന്ധന പമ്പുകൾ തുടങ്ങിയ ലോഹഭാഗങ്ങൾക്ക് ഇത് കേടുപാടുകൾ വരുത്താനും സാധ്യത കൂടുതലാണ്. കൂടാതെ എത്തനോൾ എഞ്ചിൻ ഓയിലിന്റെ ഗുണനിലവാരം കുറയ്ക്കാൻ സാധ്യതയുണ്ട് തുടങ്ങി വാഹനങ്ങളുടെ എഞ്ചിനുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്ന സാധ്യതകൾ എത്തനോളിന് ഉള്ളതായി കാണുന്നു. ചില പഴയ വാഹനങ്ങളിൽ 20,000 മുതൽ 30,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ റബ്ബർ ഭാഗങ്ങളോ ഗാസ്കറ്റുകളോ മാറ്റേണ്ടി വരുമെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. കൂടാതെ E20 പെട്രോൾ ഉപയോഗിക്കുന്ന പഴയ വാഹനങ്ങൾക്ക് ഇടയ്ക്കിടെ സർവീസ് ആവശ്യമായി വന്നേക്കും, പ്രത്യേകിച്ച് ഫ്യൂവൽ സിസ്റ്റം ക്ലീനിങ്ങും ഇഞ്ചക്ടർ പരിപാലനവും പോലുള്ളവ. എത്തനോളിന് പെട്രോളിനേക്കാൾ ഊർജ്ജ സാന്ദ്രത കുറവായതിനാൽ വാഹനത്തിന് പ്രവർത്തിക്കാൻ സാധാരണയിൽ അധികമായ ഇന്ധനം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പെട്രോളിലുള്ള വാഹനത്തിൻ്റെ മൈലേജിനെ അപേക്ഷിച്ച് E20 പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മൈലേജ് കുറവായിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ E10 അനുയോജ്യമായ എഞ്ചിനുകളിൽ 1 മുതൽ 2% വരെ ഇന്ധനക്ഷമത കുറയുമെന്നാണ് സർക്കാർ പരിശോധനകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പഴയ വാഹനങ്ങളിൽ ഇത് 3 മുതൽ 6% വരെയായി കൂടാൻ സാധ്യതയുള്ളതായും കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ എത്തനോൾ ബ്ലെൻഡിംഗ് നിലവിലുണ്ടെങ്കിലും പെട്രോൾ ബങ്കുകളിൽ ഉപഭോക്താവിന് മുന്നിൽ നിന്ന് തന്നെയാണ് എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഓൾറെഡി എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളുകളാണ് പെട്രോൾ ബങ്കുകളിൽ ലഭ്യമാകുക. ഇത് ഉപഭോക്താവിന് താൻ വാങ്ങുന്ന പെട്രോളിൽ എത്രമാത്രം എത്തനോൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുമാകില്ല. ചില വാഹന നിർമ്മാതാക്കൾ അവരുടെ പഴയ മോഡലുകൾക്ക് E20 ഉപയോഗിച്ചാൽ വാറന്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ ഇടപെട്ടതിനെ തുടർന്ന് ഈ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമായിട്ടുണ്ട്. എന്നിരുന്നാലും ഉപഭോക്താക്കൾക്കിടയിൽ ഇതും ഒരു ആശങ്കയായി നിലനിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ വാഹന ഇൻഷുറൻസ് അസാധുവാക്കുമെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പൊതുതാൽപര്യ ഹർജിയിൽ ഉന്നയിക്കപ്പെട്ട മറ്റൊരു പ്രധാന ആശങ്ക വിലനിർണ്ണയമാണ്. 20% എത്തനോൾ അടങ്ങിയ E20 പെട്രോൾ ശുദ്ധീകരിച്ച പെട്രോളിനേക്കാൾ ഉൽപ്പാദിപ്പിക്കാൻ ചിലവ് കുറവാണെങ്കിലും ഇന്ത്യൻ സർക്കാർ ഈ ഇന്ധനത്തിന്റെ ചില്ലറ വിൽപ്പന വില കുറച്ചിട്ടില്ല. അതുപോലെ ഭാവിയിൽ എത്തനോളിന്റെ സൂക്ഷിപ്പ് പ്രയാസകരമാണെന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ വിലവർധനവിലേക്കും അതുവഴി E20 പെട്രോളിന്റെ വിലവർധനയും ഉണ്ടായേക്കാം. ചുരുക്കം പറഞ്ഞാൽ പെട്രോളിന് വാഹന ഉടമകൾ പഴയ വില തന്നെ നൽകണം. പക്ഷേ വാഹന ഉടമകൾക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെങ്കിലും ദോഷത്തിന് കുറവുണ്ടാകാൻ സാധ്യതയില്ല. ഇന്ത്യയിൽ നിലവിലുള്ള വാഹനങ്ങളിൽ 90% ഈ E20 പെട്രോളിന് യോജിച്ചതല്ലെങ്കിലും സുപ്രീം കോടതി പൊതുതാൽപര്യ ഹർജി തള്ളുകയും ചെയ്തതോടെ കേന്ദ്ര സർക്കാർ ഇനി എന്തായാലും ഈ ഒരു ബ്ലെൻഡിംഗ് നയത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. പാരിസ്ഥിതികമായും കാർഷിക മേഖലയിലെ വരുമാനത്തിനും ഈ എത്തനോൾ ബ്ലെൻഡിംഗ് നയം ഗുണം ചെയ്യാതിരിക്കാൻ സാധ്യതയില്ലെങ്കിലും 2023 മുമ്പുള്ള വാഹനങ്ങളുടെ ഉടമകൾക്ക് ഇതൊരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. എന്നാലും സർക്കാർ പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന ഈ സംശയങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, മെച്ചപ്പെട്ട എഞ്ചിൻ ട്യൂണിങ്ങിലൂടെയും E20 അനുയോജ്യമായ പാർട്സ് ഉപയോഗിക്കുന്നതിലൂടെയും മൈലേജിനുണ്ടാകാൻ സാധ്യതയുള്ള കുറവ് പഴയ വാഹനങ്ങൾക്ക് പരിഹരിക്കാനാകുമെന്നും E20 ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് അസാധുവാക്കുമെന്ന വാദങ്ങൾ തെറ്റാണെന്നും എത്തനോൾ മിശ്രിത ഇന്ധനം കാരണം പോളിസിയുടെ സാധുതയിൽ മാറ്റമുണ്ടാകില്ലെന്നുമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന് ആളുകളുടെ ഈ ഒരു ആശങ്കയ്ക്ക് പരിഹാരം എന്നൊന്നും ചെയ്യാനാവുന്നത് ഉപഭോക്താക്കൾക്ക് ഓപ്ഷൻ നൽകുക എന്നതാണ്. അതായത് പെട്രോൾ ബങ്കുകളിൽ E20 പെട്രോൾ കൂടാതെ E10 പെട്രോളും E0 പെട്രോളും ലഭ്യമാക്കുക. ഇതുവഴി പെട്രോൾ ബങ്കിലെത്തുന്ന ഉപഭോക്താവിന് അയാളുടെ വാഹനത്തിന് യോജിച്ച പെട്രോൾ ഉപയോഗിക്കാനാകും. അതായത് ഇങ്ങനെ ഓപ്ഷൻ നൽകുന്നതിലൂടെ ഉപഭോക്താവിന് ആവശ്യം E0 പെട്രോൾ ആണെങ്കിൽ അത് വാങ്ങാം, E10 പെട്രോൾ ആണെങ്കിൽ അത് വാങ്ങാം, ഇനി E20 പെട്രോൾ ആണ് ആവശ്യമെങ്കിൽ അതും വാങ്ങാം. ആർക്കും പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നീട് പതിയെ എത്തനോൾ മിക്സിങ്ങിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അത് പെട്ടെന്ന് പെട്രോളിൽ എത്തനോളിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഒഴിവാക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക.